കേരളത്തിൽ തൂക്കു മന്ത്രിസഭ പ്രവചിക്കുന്നവരുമുണ്ട്, UDFന് വൻ ഭൂരിപക്ഷം പ്രവചിക്കുന്നവരുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. BJPയുടെ താമര വിരിയുമോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. BJPയുടെ അക്കൗണ്ട് തന്നെ കൂട്ടുമെന്നാണ് പിണറായി വിജയനും കൂട്ടരും പറയുന്നത്. പ്രധാന സേവകൻ കേരളത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താമര വിരിയിക്കുമെന്ന് തന്നെയാണ്. റോഡ് ഷോയിലൊക്കെ നിറഞ്ഞ ജനപങ്കാളിത്തമുണ്ട്. പക്ഷേ ഇതൊക്കെ വോട്ടുപെട്ടിയിൽ വീഴുമോ എന്ന് കണ്ടറിയണം. എന്തായാലും വളരെ കലുഷിതമായിരിക്കുന്നു അങ്ങോട്ടുള്ള ദിവസങ്ങൾ. STPI വിവാദവും ഒപ്പം RSS വിവാദവുമൊക്കെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്താകും രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭാവി? ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, വൻ ജനാവലിയുടെ സാന്നിധ്യം UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നത്. എന്നാൽ ഒട്ടും പിന്നിലല്ല BJP എന്നതും ഒരു വിഷയമാണ്. LDFൻ്റെ സ്ഥിതി വളരെ പരിങ്ങലിലാണ്. കട്ട കമ്മ്യൂണിസ്റ്റുകാർ പോലും പിണറായി സർക്കാരിനെ, കമ്മ്യൂണിസത്തിലല്ല പിണറായി സർക്കാരിനെ പച്ചയ്ക്ക് അസഭ്യം വരെ പറയുന്ന കാഴ്ചകളാണ് കേരളത്തിൽ നാം കണ്ടുവരുന്നത്. എന്തായാലും ഈ ഇലക്ഷൻ നിർണായകമാണ് LDFന്. അതേസമയം UDFൻ്റെ കോട്ട, UDFകാർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കൂടെയാകുന്നു. എന്നാൽ ഒട്ടും പിന്നിലല്ലാതെ BJPയുടെ വോട്ട് വളർച്ച അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് 10-നകത്ത് സീറ്റ് കിട്ടാനും സാധ്യതയുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എന്തായാലും LDFൻ്റെ കാര്യം വളരെ പരിങ്ങലിലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. LDF അതായത് കമ്മ്യൂണിസം കേരളത്തിൽ നശിക്കരുത് എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. കാരണം തുടർഭരണമുണ്ടായാൽ കമ്മ്യൂണിസം ഒരുപക്ഷെ എന്നേക്കുമായി കേരളത്തോട് വിട പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ, അതായത് പിണറായി സർക്കാരിനെ വീണ്ടും വോട്ട് ചെയ്യണം, അങ്ങനെ ഈ കമ്മ്യൂണിസം തുലയട്ടെ എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ പിടിച്ചു നിർത്തേണ്ടത്, കമ്മ്യൂണിസം കേരളത്തിൽ അവസാനിക്കാൻ പാടില്ല. ഒരുപാട് രക്തം നൽകി പടുത്തുയർത്തിയ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസം, അത് ഒരുപാട് നമ്മുടെ ഒരു സാഹോദര്യത്തിന്, അതായത് വർഗീയതയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടൊരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസം. അതുകൊണ്ട് കമ്മ്യൂണിസം നശിക്കരുത്. ഒരു വ്യക്തി, അതായത് ഏകാധിപതി ചമഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയെ വഴിയാധാരമാക്കിയ ഒരു റെക്കോർഡ് പിണറായിക്കുമേൽ ചുമത്തേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ ഇലക്ഷൻ UDF തൂത്തുവാരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാത്തിരുന്ന് കാണാം.